നമസ്കാരം. ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും തമ്മിലുണ്ടായ പ്രശ്നം, ആ വിഷയം ഏകദേശം കൺക്ലൂഷനിലേക്ക് എത്തി. ഉണ്ണി മുകുന്ദന്റെ ഭാഗത്താണ് കൂടുതൽ ശരി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. വിപിൻ കുമാർ പറഞ്ഞ പല കാര്യവും കള്ളത്തരമായിരുന്നു. അനാവശ്യമായിട്ട് ടോവിനോയുടെ പേര് വലിച്ചിട്ടു, അനാവശ്യമായിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രതികരണത്തിൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു, ഞാൻ അയാളെ മർദ്ദിച്ചു എന്നുള്ള വീഡിയോസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഭിനയം നിർത്തും എന്ന് വരെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പലരും പല കാര്യങ്ങളും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഉണ്ണിമുകുന്ദനെ കുറ്റപ്പെടുത്തി ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഉണ്ണിമുകുന്ദനോട് എന്തെന്നില്ലാത്ത ഒരു വൈരാഗ്യം പലർക്കുമുണ്ട്. ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് ഉണ്ണിമുകുന്ദനോട് വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്. ആ വൈരാഗ്യം വെച്ച് പുലർത്തി ഇപ്പോഴും ഉണ്ണിമുകുന്ദൻ തെറ്റുകാരനാണ് എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ ഉണ്ണിമുകുന്ദന്റെ പേരിൽ ചുമത്തിയതൊക്കെ തന്നെ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള വകുപ്പുകളാണ്. കാരണം ജാമ്യം ഇല്ലാത്ത വകുപ്പ് ചുമത്താനും മാത്രമുള്ള തെറ്റൊന്നും തന്നെ ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടില്ല. അയാളെ അനാവശ്യമായിട്ട് കയ്യേറ്റം നടത്തിയിട്ടില്ല. അയാളുടെ കണ്ണാടി വലിച്ചെറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതല്ലാതെ അയാളെ യാതൊരു രീതിയിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ണിമുകുന്ദന്റെ മേലില് ജാമ്യമില്ലാത്ത വകുപ്പൊന്നും ചുമത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന് ജാമ്യം കിട്ടി. അപ്പൊ ഈ ജാമ്യത്തിന്റെ ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് കുറെ ആൾക്കാർ അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ഇടുകയാണ്. അതിൽ 2 കമന്റ് ഞാൻ കാണിച്ചു തരാം. ഈ 2 കമന്റ് കണ്ടോ? ഇതിൽ ഒരു കമന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സത്യത്തിൽ സ്ട്രൈക്ക് ചെയ്തു. അയ്യപ്പസ്വാമിയും മോദിയും രക്ഷിച്ചു. സത്യത്തിൽ ഈ എല്ലാ കാര്യത്തിലും ഈ അയ്യപ്പസ്വാമിയുടെ പേര് എന്തിനാണ് വലിച്ചിടുന്നത്? ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ അയ്യപ്പസ്വാമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ചെയ്തു. ആ മൂവി അത്യാവശ്യം സക്സസ് ആയി. കാരണം കേരളത്തിൽ അത്തരം മൂവീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവും. ആ മൂവി അത്ര മോശമൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, ഒരുപാട് ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ആ മൂവി വിജയിച്ചു. ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടി. അപ്പോൾ അതിൽ അസൂയ കൂടിയിട്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ച് എന്തൊരു കാര്യത്തിലും, ഉണ്ണിമുകുന്ദൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും ഈ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന ദൈവത്തിന്റെ പേര് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. പിന്നെ മോദിയുടെ പേര് വലിച്ചിടുന്നു. ഉണ്ണിമുകുന്ദൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, താല്പര്യങ്ങൾ ഉണ്ടാകാം, വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ ഫോളോ ചെയ്യാനുള്ള അവകാശം അയാൾക്കുണ്ട്. എന്ന് വെച്ച് എന്തൊരു കാര്യത്തിലും ആ കാര്യങ്ങൾ വലിച്ചിട്ട് ഉണ്ണിമുകുന്ദനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത്, ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോവിനോയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം, എല്ലാ കാര്യവും വ്യക്തമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ണിമുകുന്ദൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. വിപിൻ കുമാർ എന്ന് പറയുന്ന ക്രൂക്കഡ് ആയിട്ടുള്ള മാനേജർ, അയാളുടെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ
ഉണ്ണിമുകുന്ദനെ ഒന്ന് തരം താഴ്ത്താനും അയാളുടെ പബ്ലിസിറ്റി ഇടിച്ചു താഴ്ത്താനും വേണ്ടിയിട്ട് മനഃപൂർവ്വം മറ്റൊരു നടന്റെ പേരും കൂടി വലിച്ചിട്ടുകൊണ്ട് ഒരു കേസ് കൊണ്ട് കൊടുക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ, അഡൽട്ട് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരാളെയും പോലീസുകാർ പിടിച്ച് ജയിലിലേക്ക് ഇടത്തില്ല. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചും അവിടെ ഉണ്ടായിരുന്ന സാക്ഷിയുടെ മൊഴിയും പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഉണ്ണിമുകുന്ദന് ജാമ്യം കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഉണ്ണിമുകുന്ദന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തെറ്റില്ല എന്ന് മനസ്സിലായിട്ടും പലരും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഉണ്ണിമുകുന്ദനെ എങ്ങനെയെങ്കിലും അടിച്ചു താഴെയിടണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ അയാൾ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള നടനൊന്നും ആയിരിക്കില്ല. നമ്മുടെ മലയാളത്തിലെ മറ്റ് പ്രമുഖ നടന്മാരുടെ കൂട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നടനൊന്നും ആയിരിക്കില്ല. അദ്ദേഹം വളർന്നു വരുന്നൊരു നടനാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുത്തത്. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉയർന്നു വന്ന ഒരു വ്യക്തിയെ അടിച്ചു താഴെയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. മാത്രമല്ല ഉണ്ണിമുകുന്ദനും ടോവിനോയും തമ്മിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതും ആൾക്കാർക്ക് മനസ്സിലായി. വിപിൻ കുമാറിന്റെ കള്ളത്തരമെല്ലാം പൊളിഞ്ഞു. ഉണ്ണിയുടെ പേരും പറഞ്ഞ് പല പെണ്ണുങ്ങളോടും അയാൾ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഉണ്ണിമുകുന്ദന് കല്യാണം ആലോചിക്കുകയാണ് എന്നങ്ങ് പറയുകയാണ്. ഈ ഉണ്ണിമുകുന്ദന് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദന്റെ വീട്ടുകാരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ കൂട്ടുകാരുണ്ട്, അവരൊക്കെ കല്യാണം ആലോചിച്ചോളൂ. പിന്നെ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചിരിക്കുമൊന്നുമല്ല ഉണ്ണിമുകുന്ദൻ. ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി കല്യാണം ആലോചിച്ചാലേ ഉണ്ണിമുകുന്ദന് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഉണ്ണിമുകുന്ദൻ ഡയറക്റ്റായിട്ട് കല്യാണ ആലോചന നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ വീട്ടുകാർ ഡയറക്റ്റായിട്ട് കല്യാണ ആലോചന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും, ഇഷ്ടംപോലെ നല്ല ആലോചന ഉണ്ണിമുകുന്ദന് കിട്ടും. അല്ലാതെ ഉണ്ണിമുകുന്ദൻ ദാരിദ്ര്യം പിടിച്ചിരിക്കുമൊന്നും അല്ലല്ലോ. എന്നാൽ ഇപ്പോഴും ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന കള്ളം പറയുന്നത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടാണ് കല്യാണാലോചന നടത്തിയതെന്ന്. എന്ത് കാര്യത്തിന്? ഉണ്ണിമുകുന്ദൻ അത് പറയേണ്ട എന്ത് കാര്യമാണ്? അത് കേട്ട് കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഉണ്ണിമുകുന്ദൻ അയാളോട് പറഞ്ഞതല്ല. അപ്പോൾ അയാള് ഉണ്ണിമുകുന്ദന്റെ അറിവോ സമ്മതമോ കൂടാതെ പല പെൺകുട്ടികളെയും ഇതുപോലെ ചാക്കിലാക്കാൻ നോക്കിയതാണ്. അതാണ് യാഥാർത്ഥ്യം. അത് ഉണ്ണിമുകുന്ദൻ മനസ്സിലാക്കുകയും അത് അപ്പം തന്നെ തടയിടുകയും ചെയ്തു. അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ കയ്യേറ്റം നടത്തി അയാളെ ഉപദ്രവിച്ചു, അടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. ഇപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ പക്ഷേ ഈ വിപിൻ കുമാർ പ്രതികരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. വിപിൻ കുമാറിന്റെ ഒരു പ്രതികരണമുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. ഞാൻ ആരോട് പെണ്ണ് അന്വേഷിക്കാനാണ്, കല്യാണം ആലോചിക്കാനാണ്? പുള്ളിയുടെ അനുവാദം ഇല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. മാർക്കോയ്ക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഇപ്പൊ പുതിയ പടങ്ങൾ വരുന്നില്ല, വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പടം വരുന്നില്ല. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഓരോ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഉണ്ണിയിലേക്ക് വരുന്നില്ല. മനസ്സിലായി? അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലത്. മനസ്സിലായില്ലേ? അത് ചിന്തിച്ച് ചെയ്യണം. പിന്നെ അതുപോലെ വലിയ റെമ്യൂണറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ അനുസരിച്ച് അത് താങ്ങില്ലായിരിക്കും. താൻ ഉണ്ണിമുകുന്ദന്റെ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല. എന്നാൽ പുതിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണിമുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നതായി വിപിൻ കുമാർ വ്യക്തമാക്കി. എന്നോട് പറയും അത് കഥ കേൾക്കൂ, കഥ കേട്ടിട്ട് പറയാൻ പറയും. അപ്പൊ എന്താ ഞാൻ ചെയ്യാം? ഞാൻ കഥ കേട്ടിട്ട് ഫീഡ്ബാക്ക് ഉണ്ണിയോട് പറയും. ഉണ്ണിയോട് പറയുമ്പോൾ അത് ഉണ്ണിയുടെ ഡിസിഷനാണ്, അത് ചെയ്യണോ വേണ്ടെന്നുള്ളത്, ഞാൻ എന്റെ അല്ല. അയാളുടെ ഒരു കല്യാണാലോചന. ഇയാൾ ആരെ? ഉണ്ണിമുകുന്ദന്റെ അച്ഛനോ? ഉണ്ണിമുകുന്ദന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. നമ്പർ 1 ഉടായിപ്പാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാതെ എവിടെയൊക്കെ ജോലി ചെയ്തു അവിടെ നിന്നൊക്കെ തന്നെ പണി വാങ്ങിച്ചു കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ വിപിൻ കുമാർ. പല രീതിയിലുള്ള റൂമേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പലതും പുറത്തു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഈ വിപിൻ കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും ഒക്കെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണോ എന്നറിയില്ല. ഒരുപക്ഷെ ആരുടെയെങ്കിലും ഒക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടാകാം ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നടനെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷയം എന്താണ്? സ്ത്രീ വിഷയമാണ്. ഒരുപക്ഷെ ഈ ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടിയിട്ടും ഉണ്ണിമുകുന്ദന്റെ പേരിൽ പല കേസുകൾ വരാൻ വേണ്ടിയിട്ട്, സ്ത്രീകളുടെ രീതിയിലുള്ള സ്ത്രീകൾ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരെങ്കിലുമൊക്കെ ഈ വിപിൻ കുമാർ ടാർഗറ്റ് ചെയ്തതാണെങ്കിലോ, ഉണ്ണിമുകുന്ദൻ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു നടിയെ സമീപിക്കുന്നു. എന്നിട്ട് ആ നടിക്ക് പല രീതിയിലും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞതാണ് എന്നുള്ള പേരിൽ പല കാര്യങ്ങളും പറഞ്ഞ് ആ നടിയെ ട്രാപ്പിലാക്കി, എന്നിട്ട് ആ നടിയിലൂടെ ഉണ്ണിമുകുന്ദന്റെ എതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിലോ, അതറിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ അയാളെ കാണാൻ ചെല്ലുകയും
അവർ തമ്മിൽ വലിയ വിഷയം ഉണ്ടാകുകയും ചെയ്തത്. ഇത്രയൊക്കെ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും ഇപ്പോഴും ഉണ്ണി മുകുന്ദനെ തെറ്റുകാരനാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളെ പിടിച്ച് ജയിലിലിടേണ്ട വകുപ്പുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടത്തില്ല, അയാൾക്ക് ജാമ്യം കിട്ടും. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താനും മാത്രം തെറ്റൊന്നും ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടില്ല. ഈ നാട്ടില് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടും ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് പോലും ഇറങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഉണ്ണി മുകുന്ദന് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളുടെ പേരിൽ അനാവശ്യമായിട്ട് ഒരാൾ പല സ്ത്രീകളെയും സമീപിക്കുന്നു, അത് അറിഞ്ഞു കഴിയുമ്പോൾ ആരായാലും ചെന്നൊന്ന് പ്രതികരിക്കും, ഉറപ്പായിട്ടും പ്രതികരിക്കും. കാരണം അത് വലിയ വിഷയമാണ്. ഉണ്ണി മുകുന്ദനെ പോലെയുള്ള നടന് പലതും നഷ്ടപ്പെടാനുണ്ട്. വിപിൻ കുമാറിന് അങ്ങനെ ഒന്നും നഷ്ടപ്പെടാനില്ല. അയാൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മതി. അപ്പോൾ അയാൾ പല ക്രൂക്കഡായിട്ടുള്ള പരിപാടിയും കാണിക്കുമ്പോൾ അത് തടയിടേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഉണ്ണി മുകുന്ദനാണ്. അത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചുമ്മാതെ പറയുന്നതല്ല, എല്ലാ പ്രൂഫും പുറത്തു വന്നു കഴിഞ്ഞു. CCTV ദൃശ്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളും പുറത്തു വന്നിട്ടും ഒരാൾ ജെനുവിനാണ്, അയാളുടെ ഭാഗത്താണ് ശരി എന്ന് മനസ്സിലായിട്ടും അയാളെ സപ്പോർട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് ശരിയല്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട, പിന്നെയും അയാളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. പല കമന്റ്സിലും ഇത്തരം മോശപ്പെട്ട കമന്റുകളാണ് വരുന്നത്, പല വീഡിയോസിന്റെ അടിയിലും. അപ്പൊ ഇത്തരം കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഉണ്ണി മുകുന്ദനെ കണക്ട് ചെയ്ത് സ്വാമിയപ്പന്റെ പേര് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. അതൊരു ദൈവമാണ്, അത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ദൈവത്തിന്റെ പേര് വലിച്ചിടുന്നത്? പിന്നെ നരേന്ദ്രമോദിയുടെ പേര് വലിച്ചിടുന്നു, പിന്നെ നരേന്ദ്രമോദി ഉടനെ വരുമല്ലേ ഉണ്ണി മുകുന്ദനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടന്റെ പേരിൽ കേസ് വന്നു എന്നത് അപ്പൊ തന്നെ നരേന്ദ്രമോദി അറിഞ്ഞു. ആ സെക്കൻഡ് തന്നെ നരേന്ദ്രമോദി ഒരു കോള് വിളിച്ചു, ഉണ്ണി മുകുന്ദനെ റിലീസ് ചെയ്യണമെന്ന്. എന്തൊക്കെയാണോ